ായി നിന്നുകൊണ്ട് കാറ്റ് കഴുതകളെ പോലെ തെരുവിൽ വ്യഭിചരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുമ്പോൾ ഖിയാമത്തായി എന്ന് കരുതിക്കൊള്ളാൻ. റസൂലുള്ളാഹി പറഞ്ഞു 1400 കൊല്ലം മുമ്പാ. ഞാനും ഇത് പഠിച്ചത് 40 കൊല്ലം മുമ്പാ ഹദീസ് പഠിച്ചത്. അന്നൊന്നും ഇങ്ങനെ ഒരു സംഗതി ഇല്ല. പക്ഷെ ഒരു 2 കൊല്ലമായി ഞാൻ ഒരു സ്ഥലം കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. പരസ്യമായി നടുറോട്ടിൽ നിന്നുകൊണ്ട് ശരീരം വിൽക്കുന്ന പെണ്ണുങ്ങൾ അവരോട് നടുറോട്ടിൽ വന്ന് വിലപേശിക്കൊണ്ട് ബൈക്കിലും കാറിലും വന്ന് വിലപേശി വ്യഭിചാരം പരസ്യമായി നിന്ന് അവിടെ നിന്ന് തന്നെ വ്യഭിചാരം നടത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മധ്യ കേരള നഗരിയുണ്ട്. ഞാൻ കണ്ടതാണ്. ഇത് ഒരിടത്തല്ല, ഒരുപാട് നടത്തുന്നത്. ഇതാണ് ലോകത്തിന്റെ അവസാനത്തിന് അല്ലാഹു റസൂൽ വെച്ച കാരണം. റസൂൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കാലത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുമില്ല. കാരണം റസൂൽ പറഞ്ഞത് എങ്ങനെ സംഭവിക്കും സത്യമായി ഞങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെ പരസ്യമായി തെരുവിൽ ആളുകൾ പരസ്യമായി വ്യഭിചരിക്കുമ്പോ അവിടെ നിന്നത് കാണുന്നവരാൾ തനഹ മാറി നില്ലട എന്ന് പറയുന്നവന്റെ ഈമാൻ അബൂബക്കറിന്റെ തുല്യമാണെന്ന് ഹദീസിൽ പറഞ്ഞപ്പോ നമ്മളത് വിശ്വസിച്ചില്ല. ഇത് കാണുന്ന ഒരാൾ പോലും മാറട എന്ന് പറയില്ല. എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് പോലീസ് പിടിക്കുന്ന. കാരണം അവർക്ക് സ്വാതന്ത്ര്യം പോലീസ് കൊടുത്തു. അതുകൊണ്ട് മൈ ബോഡിയാണ്, എന്റെ ബോഡിയാണ്, എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം തകർക്കുന്ന ഒരു സംസ്കാരം ലോകത്ത് വ്യാപിക്കുക. നമ്മുടെ മക്കളും അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ വന്ന് കാശ് കൊടുത്തിട്ട് അവിഹിതമായി ആ പെണ്ണുങ്ങളുമായി ബന്ധം പുലർത്തിയിട്ട് കടന്നു പോകുന്നത് നടുറോട്ടിൽ. അവിടെ കുറച്ച് ചെറുപ്പക്കാർ, ദീന ബോധമുള്ള ആളുകള് അവിടെ സംഘടിച്ച് അവരെ ഒന്ന് തല്ലി. അപ്പോ ഒരുത്തം പറയാണ്, കാക്ക ഞാൻ മുസ്ലിമാണ്. കാക്ക ഞാൻ മുസ്ലിമാതല്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ അന്വേഷിച്ച് പോയി കഴിയുമ്പോഴത്തേന് കൂട്ടത്തിൽപ്പെട്ടവന്മാരെല്ലാം മുസ്ലിം. ഈ സമുദായത്തിന്റെ ദുരന്തം. ഇവന് കുടുംബം വേണോ? തെരുവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കുടുംബം തകർക്കുകയാണ് ഇവിടെ. നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ പദ്ധതികൾക്ക് ഭരണകൂടങ്ങളും നിയമപീഠങ്ങളും കൂട്ടായി കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, കോടതി പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൊട്ടക്ഷൻ അവർക്കാണ്. തെരുവ് നീളം നിറഞ്ഞു നിന്നുകൊണ്ട് ശരീരം വിൽക്കുന്ന പെണ്ണുങ്ങളുടെ മുമ്പിൽ വിലപേശി സ്വന്തം കാര്യം സാധിച്ചിട്ട് തിരിച്ചു പോകുന്ന ചെറുപ്പക്കാരനെത്തിനാ കുടുംബം. നമ്മുടെ കുടുംബത്തെ സമൂഹം തകർത്തോണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, അള്ളാഹു തന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ആണും പെണ്ണും എന്ന നിലയിൽ പടച്ചവൻ തന്ന വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു ഉണ്ടെന്നതിന്റെ അടയാളമാണ് നിങ്ങളുടെ ബോഡികളിൽ ജോലികൾ ഉണ്ടാക്കി തന്നത് എന്ന് അള്ളാഹു പറഞ്ഞത് തനിച്ചുള്ളവനെ മനസ്സിലാവുള്ളൂ. അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബോഡി നമുക്ക് കിട്ടുമായിരുന്നില്ല. ഈ ബോഡിയെ ഉണ്ടാക്കിയവർ പറയണം എങ്ങനെ ഉപയോഗിക്കണമെന്ന്, അല്ലേ? കാർ ഉണ്ടാക്കിയ കമ്പനി പറയണം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഫോൺ ഉണ്ടാക്കിയ കമ്പനി പറയണം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഈ ബോഡി നിർമ്മിച്ചവൻ പറയട്ടെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. ആ ബോഡി നിർമ്മിച്ചിട്ടില്ലാത്തവൻ പറയരുത് മൈ ബോഡി, എന്റെ ബോഡിയാ, മൈ ചോയ്സ്, എന്റെ ഇഷ്ടമായി എങ്ങനെ ഉപയോഗിക്കണം പറയാൻ പാടുണ്ടോ? കാർ ഉണ്ടാക്കിയ കമ്പനിയല്ലേ പറയണ്ടേ? ഫോൺ ഉണ്ടാക്കിയ കമ്പനിയല്ലേ പറയണ്ടേ? ഈ ബോഡി ഉണ്ടാക്കിയവനല്ലേ പറയേണ്ടത് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. അത് ഉപയോഗിക്കാതെ ഇന്ന് മൈ ബോഡി പറയുക. അമ്മ പറയുകയാണ് മൈ ബോഡി അല്ല, നിന്റെ ബോഡി അല്ലടാ, എന്റെ ബോഡിയാ, ഞാനാ നിനക്ക് ബോഡി തന്നെ, അല്ലേ? എന്നിട്ട് രണ്ടാമത് പറയാം മൈ ചോയ്സാ. അതിന് മറുപടി പറയാം ചോയ്സും നിന്റെതല്ല. ഒരാണിന് പെണ്ണിനെ സ്നേഹിക്കാനുള്ള ചോയ്സ്, പ്രണയബോധം, അനുരാഗം അത് തന്നത് അല്ലാഹുവാണ്. ഒരു പുരുഷൻ എന്തുകൊണ്ട് ഒരു കല്ലിനെ പ്രണയിക്കാനാവുന്നില്ല, ഒരു മൃഗത്തെ പ്രണയിക്കാനാവുന്നില്ല, ഒരു മരത്തെ പ്രണയിക്കാൻ അവന് കഴിയുന്നില്ല? ചോയ്സ് അവൻ്റെതാണെങ്കിൽ അവിടെയും സാധ്യമാകേണ്ടതല്ലേ? ചോയ്സും നിന്റെതല്ല. നിന്റെ ഇണയായ പെണ്ണിൽ തന്നെ നിന്റെ ചോയ്സിനെ കുരുക്കി വെച്ചതും ഞാൻ തന്നെയാണ്. മൈ ബോഡി മൈ ചോയ്സ് ഒക്കെ ഒരു പഴഞ്ച വാദമാ. അതിലൊക്കെ പരിശുദ്ധ ഖുർആൻ സുന്ദരമായിട്ട് ഒളിച്ചു തരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ചോയ്സും ഈ ബോഡിയും പരസ്പരക്ക് പൂരകമായ ശരീരഘടന, പരസ്പര ആകർഷകമായ പ്രണയമുള്ള അനുരാഗമുള്ള മാനസിക ഘടന ആണിനും പെണ്ണിനും അല്ലാഹു തആല തന്നത്. ഈ പുരുഷൻ പകലന്തിയോളം പാടത്ത് പണിയെടുത്തുകൊണ്ട് കുഴഞ്ഞ ശരീരവും മനസ്സുമായി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവനെ പൂമുഖത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് അവന്റെ മനസ്സും ശരീരവും തണുപ്പിക്കാൻ അല്ലാഹു